കൊച്ചി മുനമ്പം കടപ്പുറം പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമിയിലെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് KRLCC വ്യക്തമാക്കി. കുടിയിറക്കൽ ഭീഷണിയുടെ മീതെ ജീവിക്കുന്ന ഈ പാവങ്ങളുടെ മാനസിക സംഘർഷങ്ങൾക്കും ജീവിത പ്രതിസന്ധികൾക്കും ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും KRLCC വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. 610ഓളം വരുന്ന കുടുംബങ്ങളാണ് വഖഫ് ബോർഡിന്റെ അന്യായമായ നീക്കത്തിൽ ഇതിനകം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. കൊച്ചി മുനമ്പം കടപ്പുറം പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ താമസഭൂമിയിലെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ആവശ്യപ്പെട്ടു. പ്രധാനമായും മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വില സ്വീകരിച്ച് ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്ത് നൽകിയ ഭൂമിയിലെ റവന്യൂ അവകാശങ്ങളാണ് ഇപ്പോൾ നിഷേധിക്കപ്പെടുന്നതെന്നും KRLCC ചൂണ്ടിക്കാട്ടി. ഭൂമിക്കുള്ള കരമടച്ച് ഈ കുടുംബങ്ങൾ കൈവശം വെച്ചു പോന്ന സ്വത്താണിത്. കടപ്പുറം വേളാങ്കണ്ണി മാതാ ദേവാലയവും വൈദിക മന്ദിരവും സിമിത്തേരിയും കോൺവെന്റും ഉൾപ്പെടെ ഈ പ്രദേശത്തെ 610ഓളം വരുന്ന കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ എന്നിവർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. വഖഫ് ബോർഡ് ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് 2022 കത്ത് നൽകുന്നതുവരെ ഈ കുടുംബങ്ങൾ കൈവശം വെച്ചു പോന്ന ഭൂമിയാണിത്. ഇത്രയും കാലം താമസിച്ചിരുന്ന ഭൂമിയും വീടും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതിയിലാണ് നിസ്സഹായരായ ഈ കുടുംബങ്ങൾ. വഖഫ് ബോർഡിന്റെ അന്യായമായ നീക്കങ്ങളുടെ ഫലമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് ഭൂമി ഈടുവെച്ച് പണം കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കുട്ടികളുടെ പഠനം, വിവാഹം, ഭവന നിർമ്മാണം മുതലായ അടിസ്ഥാന ആവശ്യങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണെന്നും ആശങ്ക രേഖപ്പെടുത്തി. കുടിയിറക്കൽ ഭീഷണിയുടെ മീതെ ജീവിക്കുന്ന ഈ പാവങ്ങളുടെ മാനസിക സംഘർഷങ്ങൾക്കും ജീവിത പ്രതിസന്ധികൾക്കും ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുവാൻ ശക്തമായി ഇടപെടണമെന്നും KRLCC അഭ്യർത്ഥിച്ചു. ഷെക്കന ന്യൂസ്, കൊച്ചി.